കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല കനത്ത മഴയാണ് കേട്ടോ. ഇന്ന് കളക്ടർ നമ്മുടെ ജില്ലയ്ക്ക് അവധിയൊക്കെ പ്രഖ്യാപിച്ചായിരുന്നു. പക്ഷേ എനിക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ദിവസമാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മഴ എന്നൊരു പേരിൽ അവധി എടുത്താൽ പിന്നെയും ഇനി കുറച്ച് അവധികളൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് ഒരു 2 ഗിഫ്റ്റൊക്കെ കിട്ടിയ ദിവസമായിരുന്നു. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ക്ലാസ്സിന് പോയപ്പോൾ ഉള്ള റിങ് വരുന്ന ആ തോടിൻ്റെ സൈഡിൽ കൂടെ. ഞാൻ ഇന്ന് വണ്ടിയൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു കാരണം ഞാൻ അങ്ങോട്ട് നടന്നാണ് പോയത്. ക്ലാസ്സിന് തിരിച്ച് ഇതുപോലെ ഓട്ടോയിലാണ് വന്നത്. കാര്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാൻ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ക്ലാസ്സിൽ വെച്ച് ചെറിയ BP ലോ ആയിട്ടാണെന്ന് തോന്നുന്നു, തലയിറക്കമൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ടയേർഡായാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഓട്ടോ പിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തൊട്ട് ഇങ്ങോട്ട് വെയിലൊക്കെ ആയിരുന്നു. അതുവരെ നല്ല കനത്ത മഴയെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു. ഇതാണ് കേട്ടോ എനിക്കിന്ന് കിട്ടിയ ഗിഫ്റ്റ്. എനിക്കിത് തന്നത് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ആതിരയാണ് കേട്ടോ. ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്ത ഒരു വ്യക്തിയല്ല എനിക്ക് ഇങ്ങനെയൊക്കെ തരുമെന്ന്. മീൻസ് നമ്മൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടുന്ന കുറച്ച് ഇപ്പോൾ ഗിഫ്റ്റ് ആയാലും എന്തായാലും സ്നേഹമായാലും അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും അല്ലേ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഞാൻ എപ്പോഴും അവളെ വഴക്കൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന അവൾക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്നാണ്. പക്ഷേ അല്ല കേട്ടോ, അവൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. അവളെൻ്റെ എപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു അവളുടെ റെഫ് നോട്ടിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെ. പക്ഷേ അവൾ ആ കറക്റ്റ് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയല്ല, എൻ്റെ ബർത്ത്ഡേ വരുന്നത് സെപ്റ്റംബർ 28 പക്ഷേ സെപ്റ്റംബർ 28 ഒരു സൺഡേ വരുന്നതുകൊണ്ട് അവൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. പിന്നെ സെപ്റ്റംബർ 27 ഒരു സാറ്റർഡേയും കാണത്തില്ല. അപ്പോൾ ഇന്ന് ഫ്രൈഡേ 26. ഇന്ന് എനിക്ക് ഗിഫ്റ്റുകൾ കൊണ്ടുവന്ന് കേട്ടോ. അവൾ അത്രയും അത് ഓർമ്മിച്ച് വെച്ചു എന്നുള്ളതാണ് സത്യം. അന്ന് അവൾ ഈ റഫ് നോട്ടിൽ എഴുതിയിട്ട് നമ്മൾ കളിയായിട്ട് എടുത്തെങ്കിലും ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ടുവരുമെന്നോ അല്ലെങ്കിൽ അത് അവൾ ഓർത്ത് വെച്ചേക്കുന്നോ ഒന്നും ആലോചിച്ചില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഗിഫ്റ്റ് കൊണ്ടുവരാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാര്യം നമുക്ക് പൈസ ചിലവാക്കിയുള്ള സ്നേഹത്തിനെക്കാട്ടി നമുക്ക് മനസ്സിലുള്ള സ്നേഹമാണല്ലോ വലുത്. പക്ഷേ ഞാൻ എന്തായാലും എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റൊന്നും ഇതുവരെ എനിക്കൊരു എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും തന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ലൈഫിൽ ഫ്രണ്ട്സ് ആരും എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാതെ ഒന്നും ഗിഫ്റ്റൊന്നും തന്നിട്ടുള്ള ഒരു മൊമെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ അത് കിട്ടിയപ്പോൾ ഞാൻ എന്തോ പെട്ടെന്നങ്ങ് ഒരു ഷോക്ക് അടിച്ച മാതിരിയായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് ചേട്ടൻ്റെയോടൊക്കെ പറഞ്ഞപ്പോൾ ആക്ച്വലി അവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. മനസ്സിലായി, ചേട്ടന് നല്ല ഹാപ്പിയായി. വീട്ടിലൊക്കെ ഞാൻ എല്ലായിടത്തും പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നല്ല ഹാപ്പിയായി. കാര്യം അതൊരു എന്നുവെച്ചാൽ ഇപ്പം ഞാനല്ലാണ്ട് എൻ്റെ കൂടെ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളായിരുന്നു കൂടുതൽ കൂട്ടം. അപ്പം ക്ലാസ്സിൽ ഒരു കുട്ടി പിന്നെ നമുക്കൊപ്പം അത്രയേ ഉള്ളായിരുന്നു. പക്ഷെ അവൾ എന്നെ അത്ര ഇഷ്ടപ്പെട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഞാനത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് അങ്ങനെ എനിക്ക് ഗിഫ്റ്റ് കൊണ്ട് തരുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നില്ലെന്നോ അങ്ങനെയൊന്നുമല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഓക്കെയാണ്. പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ പറയുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കാതെ കിട്ടിയുണ്ട്. ഇതൊക്കെയാണ് അവൾ തന്ന ഗിഫ്റ്റ് കേട്ടോ. ഒരു മഗ്ഗും ഒരു ടെഡിയും. ഇതാണ് ആതിര. താങ്ക് യു.